ഹായ് ഹലോ. ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. എന്താ പ്രൊഡക്റ്റ് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാനിത് വാങ്ങിക്കുന്നത് നമ്മുടെ യൂട്യൂബ് വീഡിയോ കുറച്ചുകൂടെ ബെറ്റർ ആക്കാനും പിന്നെ ട്രാവൽ കണ്ടൻറ്റ്സ് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാനും ഒക്കെയാണ്. അപ്പോൾ ഞാനൊരു ക്യാമറ റിവ്യൂ ഒന്നും അല്ല ശരിക്കും ഈ ചാനലിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ കൂടുതൽ ഓഡിയോ റിലേറ്റഡ് ഡിവൈസ് ആയിരിക്കും ഈ ചാനലിൽ. അല്ലാതെ ഉള്ളത് ഞാൻ വല്ലപ്പോഴും ഇതുപോലെ ഇട്ടാലേ ഉള്ളൂ. നമുക്കെന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. സോ ഈ പ്രൊഡക്റ്റ് എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ട് ഒരു തവണ നമ്മൾ ഓർഡർ ചെയ്തതാണ്. ഇത് പക്ഷേ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷേ ബ്രദറിന് വേണ്ടി ഓർഡർ ചെയ്ത സമയത്ത് ആമസോണിൽ കൂടെ വാങ്ങിച്ച സമയത്ത് ഇതിന് ഗ്ലാസിൻ്റെ അതൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു, ചെറിയ പൊട്ടലത്. വീഡിയോയിൽ അറിയത്തില്ല, പക്ഷേ നമുക്ക് എല്ലാതും നോക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇഷ്യൂ കാരണം നമ്മളതൊന്ന് റിട്ടേൺ ചെയ്തു. അപ്പോൾ ഒരു ക്രിയേറ്റർ ബണ്ടിലാണ് ഞാൻ വാങ്ങിച്ചത്. പോക്കറ്റ് 3 വരുന്നുണ്ട്, പ്രൊട്ടക്റ്റീവ് കവറ്, ഡിജെയുടെ മൈക്കുണ്ട്. ഞാൻ നോക്കിയപ്പം ക്യാമറ മാത്രമായിട്ട് വാങ്ങിക്കാനാണെങ്കിൽ 40K ആയിരുന്നു ഇപ്പോൾ ആമസോണിൽ കാണിച്ചിരുന്നത്. പക്ഷേ 40Kക്ക് അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ലാഭമാണ്. ഇത് 60 വരുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എല്ലാ ഡിസ്കൗണ്ടും ഓഫറും കഴിഞ്ഞിട്ട് ഒരു 53ക്കാണ് കിട്ടിയത്. അപ്പോൾ 9 months നോ കോസ്റ്റ് എടുത്തപ്പോൾ എനിക്ക് 3000 സംതിങ് ഓഫും ഇൻട്രസ്റ്റ് അതിൽ നിന്ന് കുറച്ച് തന്നു. പ്ലസ് EMI ആക്കുന്നതിൻ്റെ ഒരു ഓഫറും ഇൻസ്റ്റൻറ്റ് ബാങ്ക് ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓഫറും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതെല്ലാം കൂടെ കഴിഞ്ഞ് എനിക്ക് കിട്ടിയത് 53ക്കാണ്. അത് വെച്ച് നോക്കുമ്പം ഈ എക്സ്ട്രാ വരുന്ന സാധനങ്ങളൊക്കെ ലാഭമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 40ക്കാണ് ഒരു ക്യാമറ മാത്രം കൊടുക്കുന്നത്. അപ്പം 40ക്ക് ക്യാമറയും ഇതിൻ്റെ ആ ഒരു ഇട്ട് വെക്കാനുള്ള പ്രൊട്ടക്റ്റീവ് കേസ് മാത്രമേ കാണുള്ളൂ. ഇതിനകത്ത് വന്നിട്ട് ഫുൾ ബണ്ടിലുണ്ട്, മൈക്കുണ്ട്, പ്രൊട്ടക്റ്റീവ് കവറുണ്ട്, പിന്നെ ഒരു ത്രെഡ് വരുന്നുണ്ട്, നമ്മൾ ഈ ട്രൈപോഡിലൊക്കെ മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് ബാറ്ററി ഹാൻഡിലുണ്ട്, ഒരു മിനി ട്രൈപോഡുണ്ട്, ക്യാരി ബാഗ്, മാഗ്നറ്റിക് ക്ലിപ്പ്, മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി. ഇതുപോലെ ഡിജെയുടെ മൈക്കിൻ്റെ വിൻ സ്ക്രീനുണ്ട്, വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതെങ്ങനെയാണ് അതിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് നമുക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം. ഒരു റിസ്റ്റ് സ്ട്രാപ്പ് വരുന്നുണ്ട്, പിന്നെ ഒരു ടൈപ്പ് C കേബിൾ, അത് യൂഷ്വലാണ്. ഇത് സീൽഡ് ബോക്സ് ആട്ടോ വന്നേക്കുന്നത്. നൈസ് സ്മെല്ലുണ്ട്. ഒരു സിലിക്ക ജെല്ല്, ഇച്ചിരി ടൈറ്റ് ആട്ടോ. പേപ്പറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരു സൈഡിൽ അഡാപ്റ്ററും ഇതുവന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഇത് അൺബോക്സ് ചെയ്തിട്ട് ബാക്കി മുന്നോട്ട് പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ ബോക്സ് വിത്ത് ഈ പൗച്ചാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് ഡിജെയുടെ എന്തോ ഒരു കാർഡ് പോലത്തെ സംഭവമുണ്ട്. സാധാരണ എല്ലാ ബാഗിൻ്റെയും കൂടെ വരുന്നൊരു സാധനമാണ്. ആൻഡ് ഇതിങ്ങനെ പേഴ്സ് പോലെ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കാണാം. പിന്നെ അതിൻ്റെ ആക്സറിയും കാര്യങ്ങളും മൈക്കും അഡാപ്റ്ററും എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട്. സോ ഇതാണ് ഐറ്റം. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതൊരു കയ്യിലിങ്ങനെ റൗണ്ട് ചെയ്ത് പിടിക്കാനുള്ള ഇത്രേ ഉള്ളൂ. ഇത്തവണ ഡാമേജ് ഉള്ളതല്ല കിട്ടിയിരിക്കുന്നത്. സോ കുറച്ച് വെയിറ്റ് ഉണ്ട്, അത്ര ലൈറ്റ് വെയിറ്റ് ഒന്നുമല്ല. ഒരു C ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ ഇത് ജോയ്സ്റ്റിക്ക്, റെക്കോർഡ് ബട്ടൺ. മെയിനായിട്ട് ഇത് വാങ്ങിക്കാൻ കാര്യം ഗിംബലും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഷൂട്ടിംഗ് ഒന്നും ഒത്തിരി നമ്മൾ ഫോക്കസ് ഒന്നും പിടിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഓൾറെഡി ഒരു 5D ഉണ്ട്. ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് 5Dയിലാണ്. അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രീ പ്ലാൻ ചെയ്ത് വേണം നമ്മളിരിക്കാൻ. ലൈറ്റ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ഫ്രെയിമൊക്കെ നോക്കി. ഈ ഫ്രെയിം തന്നെ ഞാൻ ഒരു 10 തവണ ഞാൻ മാറ്റി റെക്കോർഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രെയിം കിട്ടിയത്. ഇതിപ്പം വീഡിയോയിൽ മാനുവൽ ഫോക്കസേ ഉള്ളൂ. ഓട്ടോ ഫോക്കസ് 1 ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മൾ കൊടുക്കുന്നതേ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഓട്ടോ ഫോക്കസ് ചെയ്യണമെങ്കിൽ ഫുൾ ഷിഫ്റ്റ് ചെയ്ത് പിന്നെയും ഫോക്കസായി വരുമ്പോൾ സമയമെടുക്കും. അപ്പോൾ നമുക്ക് പീൽ ചെയ്യേണ്ടി വരും, അല്ലാതെ ഒന്നും നമുക്ക് കാണത്തില്ല. സോ ഞാൻ പീൽ ചെയ്യുകയാണ്. സോ ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷിൽ കാണിക്കുന്നുണ്ട്. ഇതിൽ ഞാൻ സെലക്ട് ചെയ്തു. എനിക്കൊന്ന് ഫോണിൽ നിന്നും കുറച്ച് ഓപ്പറേഷൻസൊക്കെ ഇത് ചെയ്യാൻ തോന്നുന്നു, കൺട്രോളും കാര്യങ്ങളും. അങ്ങനെയാണ് ഞാൻ കണ്ടത്. ടോക്കിംഗ് ഹെഡ് വീഡിയോ, ഇതുപോലത്തെ വീഡിയോ ചെയ്യാനും പിന്നെ ട്രാവൽ കണ്ടൻറ്റ് ചെയ്യാനുമായിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇത് അങ്ങനെ മഴയത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള റഫ് കണ്ടീഷനൊന്നും ഉപയോഗിക്കാനുള്ളൊരു ക്യാമറ അല്ല. അപ്പോൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. DJI Mimo സ്റ്റോർ എന്നാണ് ഉപയോഗിക്കുന്നത്. സോ സ്കാൻ QR കോഡ് ടു ഡൗൺലോഡ് DJI Mimo ആൻഡ് കണക്ട് ക്യാമറ യൂണിറ്റ് ടു ആക്ടിവേറ്റ്. സോ അത് ഡൗൺലോഡ് ആവാതെ നമുക്ക് എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിപ്പോൾ സ്റ്റിൽ ഡൗൺലോഡിങ് ആണ്. അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ ചെക്ക് ചെയ്യാം. ബാറ്ററി പാക്ക് വേണം.
2 hours ഒക്കെ എനിക്ക് തോന്നുന്നു അത് ബാറ്ററി പാക്ക് ഇല്ലാതെ തന്നെ കിട്ടുമെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു ക്രിയേറ്റർ കോംബോ അവർ പിന്നെ ഇറക്കിയത് ഇത് ജസ്റ്റ് അതിൻ്റെ അടിയിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയും, അടിയിലാണ് ചെയ്തത്. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്യാതിരിക്കാൻ പറ്റത്തൊന്നുമില്ല. ഇത് ഈ ടൈപ്പ് ഇതിൻ്റെ പവർ ബാങ്കിൻ്റെ അടിയിലും വരുന്നുണ്ട്. ഫ്ലിപ്പായിട്ടുണ്ടാവും, മൗണ്ട് ചെയ്യാനുള്ളതാണ്. അടുത്തതിൻ്റെ ഡമ്മി ഒരു പീസാട്ടോ. അത് ഡമ്മി എന്ന് പറയാൻ പറ്റില്ല, ട്രൈപോഡ് മൗണ്ട് ചെയ്യാനുള്ള ഒരു സാധനം. അതിന് വേറെ മൗണ്ടാണ്. അത് ഈ പറഞ്ഞ ബാറ്ററി പാക്കിൻ്റെ താഴെ ഉണ്ടാവും കേട്ടോ സംഭവം. പക്ഷെ അതൊന്ന് നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ മതി. സാധാരണ വരുന്ന പാക്കിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ ഒരു സംഭവം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനടിയിലും ട്രൈപോഡിൻ്റെ മൗണ്ടിങ്ങിനുള്ള സംഭവമാണ്. എനിക്കറിയില്ല ഇത് ഞാൻ ഉപയോഗിക്കുമെന്ന്. മിക്കവാറും ഇതായിരിക്കും ഉപയോഗിക്കാൻ ചാൻസ്. എല്ലാം നമുക്ക് എന്തായാലും കവറിൽ നിന്ന് അൺബോക്സ് ചെയ്ത് വെക്കാം. അടുത്തതായിട്ട് എന്താണെന്നുള്ളത് ഓപ്പൺ ചെയ്താൽ അറിയത്തുള്ളൂ. ഇത് കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. യെസ്, ട്രൈപോഡ്. ഇത് വളരെ ചെറിയൊരു ട്രൈപോഡ് കേട്ടോ. കയ്യിലുള്ള ഇടുന്ന റിസ്റ്റിൻ്റെ സ്ട്രാപ്പും പിന്നെ മൈക്കിൻ്റെ ഒരു ഡെഡ് ക്യാറ്റ് പോലത്തെ സംഭവം. അപ്പോൾ ഇതാണ് ഒരു സ്ട്രാപ്പ്. ഇതിടുന്നത് നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് ഇത്രയും ചെറുതായതുകൊണ്ട് ചിലപ്പോൾ കയ്യിൽ നിന്നൊക്കെ സ്ലിപ്പാവില്ല. അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ ഒരു മൈക്കിൻ്റെ ഡെഡ് ക്യാറ്റ് ഉണ്ട്, ചെറിയ ഡെഡ് ക്യാറ്റ് കേട്ടോ, നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നു. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ്. അതും സാധാരണ ഇങ്ങനെ പ്ലഗ് ചെയ്യുന്നൊരു ഡെഡ് ക്യാറ്റ് ഞാൻ കണ്ടിട്ടില്ല. ഇതിന് മൈക്കിൻ്റെ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം കേട്ടോ. യെസ്, ഒരു വൈഡ് ആംഗിൾ ലെൻസാണ്. അത് ലാസ്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്യാം. C-to-C ഡാറ്റ കേബിൾ. ഇതെന്തായാലും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നില്ല, മിക്കവാറും ഫോണിൻ്റെയൊക്കെ തന്നെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു മാഗ്നറ്റ്. മൈക്കിന് മാത്രം അങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കവറൊന്നുമില്ല കേട്ടോ, ഇതിങ്ങനെ തന്നെയാണ് ഔട്ട് ഓഫ് ദ ബോക്സ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫീൽഡ്. അപ്പോൾ നമ്മൾ ഇതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം മൺസ് അതൊന്ന് സെറ്റപ്പ് ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിജയുടെ ഒരു എൻഗ്രേവിംഗ് ഉണ്ട്, ഒരു ക്ലിപ്പാണ്. അപ്പം മറ്റേ മാഗ്നറ്റിക് അറ്റാച്ച് ചെയ്യലും കുഴപ്പമില്ല, മാഗ്നറ്റിക് വേണം അറ്റാച്ച് ചെയ്താൽ മതി. ഇതിൻ്റെ സൈഡിലൊരു ലിങ്ക് ബട്ടൺ ഉണ്ട്, ഒരു പവർ ബട്ടൺ ഉണ്ട്, പിന്നെ USB-C ചാർജ് ചെയ്യാനുള്ളതുണ്ട്, ഒരു റെക്കോർഡ് ബട്ടൺ ഉണ്ട്, 2 ലൈറ്റ് ഉണ്ട് 2 സൈഡിലും. പിന്നെ ഇതിൻ്റെ കോമ്പോണൻസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും, ട്രാൻസ്പെറൻ്റ് ആണ്. സോ ഇത് ഏത് ഡിവൈസ് ആയിട്ട് വേണമെങ്കിലും കണക്ട് ചെയ്യാം, ഫോണായിട്ടോ വേറെ ക്യാമറയായിട്ടോ ഒക്കെ കണക്ട് ചെയ്യാം. ബ്ലൂടൂത്ത് ആണ് നമുക്ക് ഈ വിൻ സ്ക്രീൻ ഇങ്ങനെ. പിന്നെ ഈ അടിയിൽ എന്തോ ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആയിട്ടും കാണിക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു. പിന്നെ വേറെ കേസ് ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെയാണ് ഡെഡ് ക്യാറ്റ്. ഇതിങ്ങനെ ഊരിപ്പോരത്തൊന്നുമില്ല. അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ, അത് ഒത്തിരി ചെറുതൊന്നും ഞാൻ പറയത്തില്ല. കൈക്കകത്ത് വെക്കുമ്പം നല്ലൊരു കേസാണ്. ഇത് ബോക്സ് നല്ല ലെതർ മെറ്റീരിയലാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ട്രാവലിലായിട്ട് ഇത്രയും സംഭവം നിങ്ങൾക്ക് കൊണ്ടുപോയാൽ മതി. ഒരു ട്രാവൽ പോകുമ്പോഴേക്കും. ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോൾ ഒരു GoPro കൊണ്ടാണ് പോയത്. പക്ഷേ എൻ്റെ GoPro ഇപ്പം കുറച്ച് ഇഷ്യൂ ആയി. GoProയുടെ ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആവുകയാണ്. പിന്നെ ബാറ്ററി റീപ്ലേസ്മെൻറ്റ് വാങ്ങിച്ചപ്പം 1080 മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ക്യാമറ നല്ലത് വേണം. പിന്നെ ഈ ക്യാമറയ്ക്കാണെങ്കിൽ ലെൻസ് കിട്ടാനില്ല. അപ്പം ഞാൻ 50mm ഒരു ലെൻസ് വെച്ചിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ കിട്ടുന്ന ലെൻസിനാണ് ഭയങ്കര വിലയാണ്, അത് യൂസ്ഡ് മാർക്കറ്റിലും. അപ്പം അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്യാമറ വാങ്ങിക്കാനുള്ള കാര്യം. ഇൻസ്റ്റാൾ ആയോ എന്ന് നോക്കാം. യെസ്, ഇൻസ്റ്റാളായി, എല്ലാം എഗ്രി. ഇതിൻ്റെ അകത്ത് തന്നെ ഒരു എഡിറ്റിംഗ് സെറ്റപ്പ് ഉണ്ട് കേട്ടോ, സെയിം ആസ് GoPro. സെർച്ചിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ക്യാമറ എടുത്തിട്ട് നമുക്ക് നോക്കാം. യെസ്, ഇതവിടെ വന്നു, എഗ്രി ചെയ്യാൻ പറയുന്നു, നെക്സ്റ്റ് അടിക്കുന്നു. ഇത് രജിസ്റ്ററിങ് ആക്ടിവേറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതെല്ലാം ഓണായി. വീഡിയോ, ലോ ലൈറ്റ് ഉണ്ട്, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, ഫോട്ടോ ആൻഡ് പനോരമയാന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇൻബിൽഡ് സ്റ്റോറേജ് ഒന്നും കാണത്തില്ല. GoProയിൽ നിന്നുള്ള കാർഡങ്ങ് ഊരാ. അത് ഹൈ സ്പീഡ് കാർഡ് കേട്ടോ. പക്ഷേ ഇതൊരു 128 GB V30U3A2 ആണ്. 1080p ആണ്. 6 hours 37 minutes റെക്കോർഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇതൊരു ഭയങ്കര വൈഡ് ലെൻസാണ് കേട്ടോ. ടോക്കിംഗ് ഹെഡൊക്കെ നല്ല ക്ലോസ് ആയിട്ട് വെക്കേണ്ടി നല്ല സ്ക്രീനിൽ കാണാൻ പറ്റുള്ളൂ, അത് വേറെ കാര്യം. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. യെസ്, കറങ്ങുന്നുണ്ടല്ലോ. ബാറ്ററി കുറവാണ്. ഇപ്പോൾ ഇത് 1080p 30യിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ ഓസ്മോ പോക്കറ്റിലാണ്. അപ്പോൾ ഇതാണ് വീഡിയോയുടെ ഒരു ഇത്രയും വിഡ്ത്തുണ്ടാവും. ഇതാണ് നമ്മുടെ ഫോക്കൽ ലെങ്ത്ത്. ഈ ഒരു വ്യൂ ആയിരിക്കും. ഞാൻ ഇതിൻ്റെ മൈക്കോടെ ഒന്ന് എടുത്ത് കണക്ട് ചെയ്യട്ടെ. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റ് ആയി കേട്ടോ. ചെക്ക് അതിനകത്തൊരു ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓസ്മോയുടെ ഈ മൈക്കിൽ കൂടെ ഉള്ളതാണ്, ഡിജയുടെ ഈ മൈക്കിൽ കൂടെ ഉള്ള സൗണ്ടാണ്. സോ ഈ സൗണ്ട് ഇനിയിപ്പം ഈ വീഡിയോയും സൗണ്ടും നമ്മൾ ഈ ഓസ്മോയുടെ ഇതിനകത്ത് നിന്നുള്ളതാണ്. അപ്പോൾ തിരിച്ച് നമ്മൾ മറ്റേ ക്യാമറയിലേക്ക് വന്നേക്കാണ്. ഇത് പൊളിയായിട്ടോ കേട്ടോ. ആൻഡ് ചെറിയ ഹീറ്റിംഗ് ഉണ്ട്.
അതെന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെ ഒരു ചെറിയ സ്പീക്കർ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നത്. വീഡിയോ പ്ലേ ബാക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് നോക്കണം. വേറെ കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. പ്രോ എന്ന് പറഞ്ഞ മോഡിനകത്ത് നമുക്കെല്ലാം മാനുവലി ഒക്കെ ചെയ്യാൻ പറ്റും. കളറ് HLG ഉണ്ട്, D-Log ഉണ്ട്, നോർമലുണ്ട്. അപ്പോൾ കളറിങ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്, ഫുട്ടേജ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ഫീച്ചർ. കാര്യം അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇങ്ങനത്തെ ക്യാമറാസിൽ മാത്രമേ കിട്ടാറുള്ളൂ. ഇപ്പോൾ DSLR-ലാണെങ്കിൽ പോലും ഈ ഒരു ഞാൻ ഉപയോഗിക്കുന്ന 5Dയിലൊന്നും കളർ ചെയ്യാനുള്ള സെറ്റപ്പ് ഇല്ല. ഇതുപോലത്തെ റോ ഫോർമാറ്റ്സ് ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. ഇത്രയാണ് എല്ലാം മൗണ്ട് ചെയ്ത് കഴിഞ്ഞ് വരുന്ന ഒരു സെറ്റപ്പ്. ഇതിൻ്റെ ഒരു കേസ് ഉണ്ട് കേട്ടോ, അതിൻ്റെ അകത്ത് കണ്ടില്ലല്ലോ. യെസ്, കേസും കൂടെ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പാക്കേജിങ് കുറച്ചുകൊണ്ട് ചെറുതാക്കായിരുന്നു, ഇത്ര ഉള്ളതൊന്നും ഇല്ലായിരുന്നു. ഇതാണ് പ്രൊട്ടക്റ്റീവ് കേസ്. ഉപയോഗം കഴിഞ്ഞിട്ട് എപ്പോഴും ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഇറക്കി വെക്കണം. സ്ക്രീൻ അകത്തേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ്. പിന്നെ ഇതിനകത്ത് വൈഡ് ആംഗിൾ ലെൻസ് വെക്കാനും എന്തോ ഒരു ബ്ലാക്ക് പ്രോമിസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം കൂടെ കാണുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഭയങ്കര ഫിറ്റായിട്ടാണ് ഇരിക്കുന്നത് ഇതിനകത്ത്. ഇത് ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ചെറുതാട്ടോ. സോ ഈ കേസിനകത്ത് ഇട്ട് വെക്കുക. ഡിസ്പ്ലേ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് ഫേസ് ചെയ്തുള്ള രീതിയിലാണ്. ചാർജർ പോർട്ടൊക്കെ ആക്സസ് ചെയ്യാം. മേളിലൊരു ഇതുണ്ട്, സ്പേസ് കൊടുക്കുന്നുണ്ട്. യെസ്, അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമ്മൾ ക്യാമറ റിലേറ്റഡ് ആയിട്ടുള്ള ചാനലല്ല ഇത്, ഓഡിയോ റിലേറ്റഡ് ആണ്. അപ്പോൾ ഞാനത് മറക്കുന്നില്ല. അപ്പോൾ ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കണ്ടന്റിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ തന്നെ ചാനൽ ഫോളോ ചെയ്യുക. കാണാം ഉടനെ തന്നെ. അപ്പം ബൈ.